ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ്. വോട്ടെടുപ്പ് നടന്ന 102 സീറ്റുകളിൽ 2019 70% അടുത്തായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ വർഷം പോളിംഗ് 62.37% മാത്രമാണ്. ഉത്തരേന്ത്യയിലടക്കം ആദ്യഘട്ടത്തിൽ തരംഗം ദൃശ്യമാകാത്തതിന്റെ ആശങ്കയിലാണ് BJP. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ വിധിയെഴുതുന്ന ഘട്ടമാണ് ഇന്നലെ പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് രാഷ്ട്രീയ കക്ഷികളിലും നിരീക്ഷകരിലും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് നടന്ന 102 സീറ്റുകളിൽ 2019 70% അടുത്തായിരുന്നു പോളിംഗ്. എന്നാൽ ഈ തവണ 62.37% പോളിംഗ് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്ക് വരുമ്പോൾ 65% വരെ ആയാലും കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 2019 61.88% രേഖപ്പെടുത്തിയ ഉത്തരാഖണ്ഡിൽ ഈ വർഷം 54.04% മാത്രം. ബീഹാറിലെ 4 സീറ്റുകളിൽ 48.5% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഇത് 53.47% മഹാരാഷ്ട്രയിലെ വിദർഭയിൽ 5 സീറ്റുകളിൽ 2019 64.58 ഈ തവണ 61.87% കുറഞ്ഞു. മധ്യപ്രദേശിൽ 2019 നിന്ന് 7% കുറവ് രേഖപ്പെടുത്തി. ഉത്തരേന്ത്യൻ മേഖലകളിൽ മുൻ തെരഞ്ഞെടുപ്പിലെ പോലെ ആവേശം പ്രകടമാകാത്തതാണ് BJPയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയത്. രാജസ്ഥാനിലെ 10 സീറ്റുകളിലെങ്കിലും കടുത്ത മത്സരമുണ്ടാകുമെന്ന റിപ്പോർട്ടിനിടെയാണ് കാര്യമായ തരംഗം ദൃശ്യമാകാത്തത്. ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് തമിഴ്നാട്ടിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും ആശങ്കയായി. എന്നാൽ റെക്കോർഡ് ഭൂരിപക്ഷമുണ്ടാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിലവിലെ ആശങ്കയെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ആദ്യഘട്ടത്തിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP നേതാക്കൾ യോഗവും ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം ഏപ്രിൽ 26-നാണ് നടക്കുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 88 മണ്ഡലങ്ങളാണ് 2ാം ഘട്ടത്തിൽ വിധിയെഴുതുക. കൈരളി ന്യൂസ്, ദില്ലി.